ചന്ദ്രനെ കൂട്ടിയിട്ടാണ് ചന്ദ്രനെ നോക്കിറങ്ങിയ അവിടെ അവിടെ സുരേഷേട്ടാ സുരേഷേട്ടാ എന്താണ് ഇന്ന് ചിങ്ങം ഒന്നിന് സുരേഷേട്ടാ ചിങ്ങം ഒന്നിന് ശക്തൻ തമ്പുരാന് ഒരു ഹാരാർപ്പണം നടത്തിക്കൊണ്ട് തുടങ്ങാനുള്ള കാരണം ഹൃദയം പറഞ്ഞു ചെയ്തു. ഈ തൃശ്ശൂരിന്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി തൃശ്ശൂരിന്റെ വികസന നായകനായിരുന്നു ശക്തൻ തമ്പുരാൻ. ആ ശക്തി തിരിച്ച് തൃശ്ശൂരിന് ലഭിക്കണം, അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമർപ്പണം നടത്തും. നിരവധി രാഷ്ട്രീയ വിഷയങ്ങളോട് വളരെ വലിയ വാർത്തയായിട്ട് എന്റെ പ്രസംഗം വളരെ വിസ്താരപൂർവ്വത്തിൽ എനിക്ക് കേൾക്കാനും കാണാനും ഇടയായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ പോലീസിനെ മാത്രം തിരഞ്ഞാൽ മതിയോ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് 1991 മലപ്പുറം ജില്ലയ്ക്കടുത്ത് മൂവൻകല്ല് പാലത്തിനടിയിൽ നിന്ന് കണ്ടെടുത്ത പൈപ്പ് ബോംബിനെ കുറിച്ച് അന്ന് ഈ കേസ് അത്യുഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് അധികാരികളുടെ അവസ്ഥ പോലീസ് സേനയിൽ പിന്നീട് എന്താണുണ്ടായത് അന്വേഷിക്കണം മാധ്യമ സുഹൃത്തുക്കൾ. വർഷങ്ങൾക്ക് ശേഷം ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. കുറ്റിപ്പുറം മിനി പമ്പയിൽ അയ്യപ്പസ്വാമിമാർ ദർശനം നടത്താൻ വേണ്ടി വരുന്ന 41 ദിവസക്കാലം മിനി പമ്പയിൽ ചെറിയ രീതിയിൽ കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യരുള്ള മിനി പമ്പയുടെ പരിസരത്ത് ആ മിനി പമ്പയിൽ നിന്ന് കണ്ടെടുത്ത സ്ഫോടന ശേഷിയുള്ള 2 ജില്ലയെ ചാമ്പലാക്കാൻ ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. അന്ന് അവിടെ ചില പോലീസ് അധികാരികൾ ആവശ്യപ്പെട്ടു, ഇത് തീവ്രവാദികളുടെ പരിശോധനമായിട്ടുണ്ടായതാണ്. ആ പോലീസ് അധികാരികളുടെ സ്ഥിതിവിശേഷം പിന്നീട് കേരളത്തിൽ എന്താണ് ഉണ്ടായത്? ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു? പാനായിക്കുളത്തും വാഗമണ്ണിലും തോമസ് മാഷിനെ കൈവെട്ടിയെടുക്കാൻ പ്രദേശത്തുൾപ്പെടെ നല്ലവരായിട്ടുള്ള പോലീസ് അധികാരികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നുവെങ്കിൽ അവരുടെ എല്ലാം കണക്കെടുത്തത് പോലെ ചെവിയിൽ വെള്ളം കയറിയാൽ, പനിയുള്ള ആൾക്ക് ചെവിയിൽ വെള്ളം കയറിയാൽ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലീസ് അധികാരികളുടെ കണക്കെടുപ്പ് എന്ന് ഞാൻ കേരളത്തിന്റെ പോലീസ് അധികാരികളുടെ തലപ്പത്തുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ശ്രീമാൻ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, നല്ല കാര്യം ചെയ്യുന്ന പോലീസ് അധികാരികൾക്ക്. കാരണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെ പിറകിൽ നിന്ന് തലക്കടിച്ച് അദ്ദേഹത്തെ ഒരിക്കലും കട്ടിലിൽ നിന്ന് എണീക്കാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കണം എന്ന് ഗൂഢാലോചന നടത്തിയ പോലീസ് അധികാരി ആരാണ്? കണ്ടുപിടിക്കണ്ടേ? ടോൾ സമരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പഴയ വീഡിയോ, ഒരു വലിയ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങളെല്ലാം ചിതറി ഓടി. TCV ചാനലിൽ മാത്രമാണ് ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. എന്നെ വളഞ്ഞിട്ട് എന്നെയും എന്റെ സഹപ്രവർത്തകരെയും തല്ലാനും സർജറി നടത്തുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനും അന്ന് നേതൃത്വം കൊടുത്ത ഒരു പോലീസ് അധികാരി ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ആ സമരം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്റെ മാന്യത കൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചു, എന്റെ തല പൊളിച്ചു, എന്നെ ആശുപത്രിയിൽ 8 ദിവസക്കാലം ഞാൻ കിടന്നു. അതിനുശേഷമാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. ആ പോലീസ് അധികാരി ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇല്ലല്ലോ. എന്താ പറയാതിരുന്നത്? കാരണം അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. സമരം നടക്കുന്ന സമയത്ത് അടിക്കും, സമരം നടക്കുന്ന സമയത്ത് ജലപീരങ്കി പ്രയോഗിക്കും, സമരം
സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളെ ആക്രമിക്കും. അതെങ്ങനെയാണ്? നേർക്ക് നേർ നിന്നുകൊണ്ടാണ്. എന്നാൽ പിറകിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ അടിച്ച് ഇല്ലാതാക്കി കളയാനുള്ള പടിയെടുക്കുന്നവർക്ക് താമരമൊക്കെ. എന്നാൽ സത്യം